ഹലോ ഡിയേഴ്സ്, ഒരു ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഫ്രൈഡേ രാവിലെ തന്നെ ഞാനും അസ്നയും കൂടെ ലുലുവിൽ വന്നിട്ടാണ് ഷായിക്കുണ്ട് ലുലുവിൽ. ബർത്ത്ഡേ വേറെ ആരുടേതല്ല, ജംഷീൻ്റെ മോള് ബത്തൂലിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ബത്തൂലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എൻഷുവും ബാത്തും ഒക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ തേഴ്സ്ഡേ വൈകുന്നേരം ഗിഫ്റ്റ് വാങ്ങാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ആർക്കും ടൈം കിട്ടിയില്ല. ലുലുവിലെ സ്റ്റാഫ് പാത്തുൻ്റെ കരച്ചിലാണ് കേട്ടോ. ഒരു ഹണിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഷായത്താണെങ്കിൽ പിന്നെ പോയിട്ട് ചോക്കോബാറൊക്കെ വാങ്ങി വന്നു. കാരണം നമ്മൾ നേരെ എഴുന്നേറ്റ് അവിടെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് നേരെ പർച്ചേസിങ്ങിനേക്ക് വന്നത് കേട്ടോ. ഷായത്താണെങ്കിൽ രാവിലെ തന്നെ ലുലുവിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അസ്നനെയും കൂട്ടിയിട്ട് നേരെ ലുലുവിലേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബത്തൂലിന് ഡ്രസ്സ്, ഒരാൾ ഡ്രസ്സ് എടുത്തു, ഒരാൾ ബാഗ് എടുത്തു, ഒരാൾ ടോയ്സ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ്ങിലേക്കാണ് കേട്ടോ നമുക്ക് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത്. 4 to 11 ആയിരുന്നു ബർത്ത്ഡേ പാർട്ടി. നമ്മൾ 4 o'clock ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും എല്ലാവരും ഒരു 6 o'clock ഒക്കെ ആയി. അങ്ങനെ പിന്നെ ഞാൻ ഷായിത്തൻ്റെ കൂടെ കേട്ടോ പോയത്. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് കൂടെ ഒരു വണ്ടിയിൽ ഒരുമിച്ച് പോകുമ്പോൾ നല്ല രസം. അതായത് സെപ്പറേറ്റ് പോയാൽ ആ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഷായിത്തൻ്റെ കൂടെ ഷാനത്തിയും അസ്നയും ഞാനും ഷാനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ബത്തൂൽ ഓടി വന്നിട്ട് ഭയങ്കര കെട്ടിപ്പിടുത്തായിരുന്നു കേട്ടോ. മക്കൾക്ക് ഒരു സന്തോഷമാണല്ലോ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഈ ഒരു സെലിബ്രേഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയും കാണാനും ഒക്കെ പറ്റി. നമ്മളവിടെ എത്തിയതിന് ശേഷം 2-3 ഗസ്റ്റും കൂടെ വരാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും അറിയുന്നവരായതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്നിട്ട് പാട്ടൊക്കെ പാടി നമ്മുടെ മക്കൾസ് എല്ലാവരെയും കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴേക്കും അവർ ഫുൾ ടൈം കളിയായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും കേക്ക് കട്ടിയതിന് ശേഷം പൂളിൽ പോകണം, ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. കാരണം ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ പൂളും ബീച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സൽമാബാദിൽ ജാസി ഗിഫ്റ്റ് വരുന്നതുകൊണ്ട് ആ പ്രോഗ്രാം കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഫുഡ് കഴിച്ചപാടെ വേരും അങ്ങോട്ടേക്ക് പോയായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് പേര് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്ത പാടന്നെ എനിക്ക് തുടങ്ങിയായിരുന്നു പൂളിൽ പോകണമെന്നും. എൻ്റെ പൂളിലാണെങ്കിൽ പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാരണം അതിൽ കറക്കാനായിട്ട് നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുവിധം ഫുഡൊക്കെ കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മളവിടെ ബീച്ച് സൈഡിലേക്ക് പോയിട്ട് നല്ലൊരു കാറ്റൊക്കെ ആയിരുന്നു. ബീച്ചിലൊന്നും ഇറക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇവരിങ്ങനെ നിർബന്ധിക്കുന്ന കാരണം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരവിടെ ബീച്ചിലേക്ക് വിട്ടുട്ടോ. അപ്പോൾ ബത്തൂലിൻ്റെ ആണെങ്കിൽ വേറെ ഏതൊരു 2-3 ഗസ്റ്റും കൂടെ വരാനുണ്ട്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവർ കളിക്കുന്ന നോക്കിയിട്ട്. അപ്പോൾ അവർ 2-3 കുട്ടികളും കൂടെ ഇതേപോലെ ബീച്ചിൽ ഇറങ്ങാനായിട്ട് കൊതിയായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇവർ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ബത്തൂലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗസ്റ്റൊക്കെ വന്നതിന് ശേഷം ഫോട്ടോ എടുത്തതിന് ശേഷം ബത്തൂലും വേറെ ഫ്രണ്ട്സൊക്കെ കൂടെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പിന്നെ തിരിച്ചിങ്ങോട്ട് പോരാനായി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം മോൾക്കെല്ലാം എക്സാം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അധികം അങ്ങനെ ലേറ്റ് ആക്കിയില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ബീച്ചിൽ ഇറക്കാണ്ട് പോന്നിരുന്നെങ്കിൽ ഇൻഷുവിനൊക്കെ പിന്നെ അത് തന്നെ ആയിരിക്കും പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.